ഗോപീലോചന ജാതകത്തിന് മഴക്കാറാരി ഭക്തർക്കെഴുന്നാപ്പൽ സർപ്പകവിക്കെവെങ്കരുടൻ ആർമൂലോക ചൂടാമണിയും ശ്രീകാന്താമണി രുക്മിണിക്കുടയ മാർത്തട്ടിൻ്റെ ആഭൂഷണൻ തേജസ്സേകണവും ഭഗോപരണിയും സൗന്ദര്യ ചൂടാമണി. നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ നമ്മളെ കുഞ്ഞിരാമ്പുരാൻ്റെ ചെറുപ്പകാലത്തുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം യശോദ ഉണ്ണിയെയും മടിയിൽ വെച്ച് ലാളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉണ്ണിക്ക് വല്ലാത്തൊരു ഘനം അനുഭവപ്പെടുന്നത് യശോദക്ക് തോന്നി. ഇതിപ്പോൾ ഇതുവരെ ഇല്ലാതെ ഇങ്ങനെ ഒരു ഘനം യശോദ വിചാരിച്ചു. വല്ലാത്ത ഘനം അനുഭവപ്പെടുന്ന തോന്നുന്ന സമയത്ത് താഴെ കിടത്തി. എന്താവാം ഇതിന് കാരണമെന്ന് അസാധ്യം ആശ്ചര്യപ്പെടുകയും ചെയ്തു. പാവം ആരോടും ഇതേക്കുറിച്ചൊന്നും പറഞ്ഞതുമില്ല. കംസപ്രേരിതനായ തൃണാവർത്തൻ ഒരു ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ വന്ന് ഉണ്ണിക്കണ്ണനെയും എടുത്ത് മേൽപോട്ട് പൊങ്ങി. പൊടിപടലം കൊണ്ട് ആർക്കും കണ്ണ് കാണാതായി. ദിക്കുകൾ ഇരുട്ടടഞ്ഞു. പൊടിയൊന്നടങ്ങി നോക്കിയപ്പോൾ ഉണ്ണിയെ കിടത്തിയിടം ശൂന്യമായി കണ്ട യശോദ പരിഭ്രമിച്ചു ഉറക്കെ നിലവിളിച്ച് മോഹാലസ്യപ്പെട്ടു വീണു. സ്നേഹമയികളായ ഗോപികമാരും ഉറക്കെ കരയാൻ തുടങ്ങി. എല്ലാവർക്കും കണ്ണിൽ കൃഷ്ണമണിയാണ് ഉണ്ണി. എല്ലാരും കരയാൻ തുടങ്ങി. ഇങ്ങനെ കരഞ്ഞിട്ടെന്ന് വേണ്ടത്. അവരങ്ങ് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. കരഞ്ഞിട്ട് ഓടി ഓടി നടക്കുന്നു അവിടെയൊക്കെ. ഉണ്ണികൃഷ്ണനെയും ചുവന്ന അനേകയോജന ദൂരം ആകാശത്തേക്ക് വരുന്ന തൃണാവർത്തന ഭാരം സഹിക്ക വയ്യാതായി. അതിന്റെ തുടക്കത്തിലായിരുന്നു ഭാരം കുറച്ച് നമുക്ക് കാണിച്ചു കൊടുത്തത്. ഉണ്ണിക്കണ്ണനെയും ചുമന്ന് ആകാശത്തേക്ക് വരുന്ന തൃണാവർത്തൻ തളർന്നു. ഭഗവാൻ അവന്റെ കഴുത്ത് ഞെക്കിപ്പിടിച്ചു. പേടിച്ചിട്ട് പിടിക്കുന്നൊക്കെയാ പിടിച്ചതേ. അവന്റെ പ്രാണൻ പോകുന്നത് വരെ ഭഗവാൻ അവനെ പീഡിപ്പിച്ചു. അവന്റെ ശരീരം താഴെ പതിച്ചു. ഒരു പാറപ്പുറത്ത് വീണ ഭീമമായ ശരീരത്തിന് മീതെ മിണ്ടാതെ കിടക്കുന്ന ഉണ്ണിയെ കണ്ട ഗോപികമാർ പാഞ്ഞു വന്നെടുത്തു. കുഞ്ഞിനെയും കൊണ്ട് യശോദ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവര് ഉണ്ണിനെ കൊണ്ടു കൊടുത്തു അമ്മയ്ക്ക്. ഗോപികൾ യശോദയെ ശാസിക്കാൻ തുടങ്ങി. ദേഷ്യപ്പെടുകയായിരുന്നു. കുഞ്ഞിനെ കൊണ്ടുകൊടുത്ത് ദേഷ്യപ്പെട്ടു. വേണ്ടതുപോലെ നോക്കാഞ്ഞിട്ടാണ് ഉണ്ണിയെ ആരോ മോഷ്ടിച്ചത്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. കൊടുങ്കാറ്റ് വന്നപ്പോൾ അവനെ നീ എന്തിനാണ് നിലത്ത് കിടത്തിയത് എന്ന് മറ്റും ഗോപികമാർ യശോദയോട് പറഞ്ഞു. ഉണ്ണിയുടെ ഭാരം സഹിക്ക വയ്യാഞ്ഞിട്ടാണ് അവനെ നിലത്ത് കിടത്തിയെന്ന് യശോദയുടെ വാക്ക് കേട്ടവർ പരിഹസിച്ചു. പൂവിതൾ പോലെ ലോലമായ ശരീരത്തിന്റെ ഭാരമാണോ നിനക്ക് താങ്ങാൻ വയ്യാതായത് എന്നൊക്കെ ചോദിച്ചു അവര്. അപ്പോഴേക്ക് നന്ദഗോപരും മറ്റു ഗോപന്മാരും അവിടെ എത്തി. വർദ്ധിച്ച സന്തോഷത്തോടെ ഉണ്ണിയെ അവർ മാറി മാറി എടുത്തതാൽ വിളിച്ചു. വലിയ സന്തോഷായി. ഇപ്പൊ എടുത്തിട്ട് ഓടിപ്പോയി എടുത്തുകൊണ്ടിരുന്ന ഗോപികമാരെ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ണിക്ക് അടിക്കടി ഉണ്ടാകുന്ന അത്യാപത്തുകളെ പറ്റി യശോദ വിലപിച്ചു. എൻ്റെ ഉണ്ണിക്ക് എപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് എന്തൊക്കെയോ ആപത്തുകൾ തന്നെയാണെന്നിട്ട് അമ്മ കരയാൻ തുടങ്ങി. അപ്പോൾ അവിടെ കൂടെ ബ്രാഹ്മണർ ഉണ്ണിക്ക് ദീർഘായുസാണെന്നും യാതൊരു ഉപദ്രവവും അവനെ ബാധിക്കയില്ലെന്നും പറഞ്ഞ യശോദ ഒരുവിധം, എന്നാലും അമ്മയുടെ മനസ്സല്ലേ, ഒരുവിധം സമാധാനിപ്പിച്ചു. ദർഭ, തുളസി മുതലായവ കൊണ്ട് കലശം പൂജിച്ച് ഋക്ക്, യജു, സാമ, വേദ മന്ത്രങ്ങൾ ഉരുവിട്ട് ഉണ്ണി അഭിഷേചിച്ചു. നന്ദഗോപൻ അവർക്ക് ധാരാളം പശുക്കളെയും സ്വർണത്തെയും ദാനം ചെയ്യുകയും ചെയ്തു. നന്ദഗോപർക്കൊന്നിനും ക്ഷാമമില്ല, വേണ്ടത്ര കൊടുക്കും. നാരദരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഞാൻ തൃണാവർത്തന്റെ പൂർവ്വജന്മ വൃത്താന്തം പറയാം. ഈ തൃണാവർത്തൻ ഇപ്പൊ കാറ്റായിട്ട് വന്നല്ലോ. അവനുണ്ടൊരു പൂർവ്വജന്മ കഥ. അത് ഞാൻ പറഞ്ഞു തരാമെന്ന് ഈ രാജാവിനോട് പറയുന്നു. പാണ്ഡുദേശത്തെ രാജാവായിരുന്ന സഹസ്രാക്ഷൻ ഒരിക്കൽ ദേവാനദിയിൽ ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സഹസ്രാക്ഷൻ അദ്ദേഹത്തിന്റെ പേര്. ആ സമയത്ത് അവിടെ വന്ന ദുർവാസാവ് മഹർഷിയെ രാജാവ് വേണ്ട വിധം ആദരിച്ചില്ല. നീ രാക്ഷസനായി പോകട്ടെ, ഇതാ നീ മഹർഷിമാരുടെ തകരാറ്. എന്താ, കുറേ തപസ് ചെയ്ത് പുണ്യം ആർജിച്ചു വെക്കും. എന്നിട്ട് ആരെങ്കിലും ഒരാളെ കാണുമ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ ശപിച്ചു. അതുവരെ ചെയ്ത പുണ്യം പ്രവൃത്തിയുടെ ഫലമൊക്കെ അവിടെ പോയി. ആ ദുർവാസാവിനോട് രാജാവ് ക്ഷമായാചനം ചെയ്തു. ശ്രീകൃഷ്ണ സ്പർശനത്താൽ മുക്തി നേടുമെന്ന് മഹർഷി സഹസ്രാക്ഷനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആ രാജാവാണ് ഇപ്പൊ ഇവിടെ തൃണാവർത്തനായി കിടന്നത്.
ശ്യാമസുന്ദരനായ കൊച്ചുകുട്ടിയെ തൊട്ടിൽ നിന്നും എടുത്ത് മടിയിൽ വെച്ച് ലാളിച്ചു കൊണ്ടിരുന്ന യശോദക്ക് അവാച്യമായ ഒരു ആനന്ദാനുഭൂതി ഉളവായി. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരാനന്ദം. തൻ്റെ കാലിന്റെ പെരുവിരൽ നുണഞ്ഞുകൊണ്ട് പ്രേമാർദ്രമായ മെഴിയോടെ അമ്മയുടെ കാലെടുത്ത് പിടിച്ച് ബലിച്ച് കൊണ്ടുവന്ന് വായിൽ വെച്ചിട്ട് അത് ഇങ്ങനെ ചപ്പി 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 കുടിക്കുമ്പോ അമ്മയുടെ മുഖത്തിങ്ങനെ നോക്കുന്നുണ്ട്. ആ ചിരിയുണ്ടല്ലോ, അത് അമ്മക്ക് എത്ര 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 കണ്ടിട്ടും മതിയാവുന്നില്ല. യശോദക്ക് മുലയുണ്ട് വയറ് വീർപ്പിച്ച കുട്ടി ഒന്ന് കൂട്ടുവായിട്ട് ഉറക്കം വന്നു അമ്മേന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. തത്വഗുണാവൃതമായ വിരാട് രൂപം ആ വായിൽ യശോദ കണ്ടു. എന്റെ അപ്പാ, ഭയവും സംഭ്രമവും കൊണ്ട് ആ സാധു മാതാവ് കണ്ണുകൾ മുറുക്കി അടച്ചു. പേടിച്ചു പോയി അമ്മ. ഭഗവാന്റെ മായാവിലാസത്താൽ അക്കണ്ടതൊക്കെ പെട്ടെന്ന് മറന്ന് സ്വപുത്രനെ വാത്സല്യാധിക്യത്തോടെ പിന്നെയും 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 ലാളിക്കാൻ തുടങ്ങി. യശോദയുടെ ഭാഗ്യാതിരേകം അത്ഭുതാവഹം തന്നെ. നന്ദരാജന്റെയും യശോദയുടെയും പൂർവ്വചരിത്രം ഞാൻ അങ്ങേ കേൾപ്പിക്കാം. അത് കേൾക്കണ്ടേ? തൃണാവർത്തൻ്റെത് പറഞ്ഞു. ഇവർക്കുണ്ടൊരു പൂർവ്വജന്മം, അത് ഞാൻ പറഞ്ഞുതരാം. അഷ്ടവസുക്കളിൽ പ്രധാനിയായ ദ്രോണൻ ധര എന്ന തന്റെ പത്നിയോടുകൂടി ദേവരാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. ദേവലോകത്തെ ഭരണം അദ്ദേഹത്തിന്റെ ആയിരുന്നു. ആ ദമ്പതിമാർ തികഞ്ഞ വിഷ്ണു ഭക്തരായിരുന്നു. പുത്രകാംക്ഷിയായ ദ്രോണൻ ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് മന്ദരപർവ്വതത്തിൽ വഴി പത്നി ഒന്നിച്ച് തപസ് ചെയ്തു. അനേകം സംവത്സരങ്ങള് ആ കഠിന തപം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷീഭവിച്ചു. എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പുത്രനെ ലഭിക്കാനാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ പുത്രനാവണം ഞങ്ങൾക്ക്. അപ്പൊ ഇനിയൊരു ജന്മത്തിലാവാം, അവരുടെ ആഗ്രഹം അജിരേണ സഫലമാകുമെന്ന് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. ആ ദ്രോണനും ധരയുമാണ് ഗോകുലത്തിലെ നന്ദനും യശോദയുമായി ജന്മം കൈക്കൊണ്ടത്. ബ്രഹ്മാവിന്റെ വചനം സത്യമാക്കി തീർത്തുകൊണ്ട് പുത്രഭാവേന ഭഗവാൻ അമ്പാടിയിൽ അവരുടെ ഗൃഹത്തിലെത്തി. പ്രസവിച്ചിട്ടുമില്ലെങ്കിലും അവരുടെ പുത്രൻ തന്നെയല്ലേ ഇപ്പം. അവർക്കറിയില്ലല്ലോ ഈ കുഞ്ഞിനെല്ലാം ഞങ്ങൾ പ്രസവിച്ചതെന്ന്, ഞാൻ പ്രസവിച്ചതെന്ന് യശോദാമ്മക്കോ നന്ദഗോപർക്കോ ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ശിശുരൂപം കൈക്കൊണ്ട ശ്രീഹരിയും ശേഷനായ ബലഭദ്രനും ഗോകുലത്തിൽ വെച്ച് നടത്തിയ ലീലകളെപ്പറ്റി പിന്നീട് വർണ്ണിക്കാൻ ആവശ്യപ്പെട്ടു. ആര്? ബഹുളാശൻ എന്ന രാജാവ്. നാരദൻ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ തന്റെ ശിഷ്യരും ഒന്നിച്ച് വസുദേവനാൽ അയക്കപ്പെട്ട ഗൃഹാചാര്യൻ നന്ദന്റെ ഭവനത്തിലെത്തി. അർഘ്യപാദ്യാദികൾ കൊണ്ട് സാദരം സ്വീകരിച്ചിരുത്തിയ നന്ദരാജനോട് ഗർഗ മഹർഷി പറഞ്ഞു, അങ്ങയുടെ പുത്രന്റെയും രോഹിണീസുതന്റെയും നാമകരണക്രിയക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. കൂടാതെ രഹസ്യമായ ചില കാര്യങ്ങൾ ഞാൻ എന്നെ അറിയിക്കാം. ആരെ? നന്ദഗോപരോടാണ് അദ്ദേഹം പറയുന്നത്, ഗർഗാചാര്യൻ. ഗർഗാചാര്യൻ പറയാൻ തുടങ്ങി. എന്താ? നന്ദഗോപരെയും യശോദാ രോഹിണിമാരെയും കുട്ടികളെയും കൂട്ടി ഗർഗാചാര്യൻ രഹസ്യമായ ഒരു സ്ഥലത്ത് പോയി വിഘ്നേശ്വരനെയും നവഗ്രഹങ്ങളെയും വന്ദിച്ചതിന് ശേഷം ഗർഗ മഹർഷി പറഞ്ഞു, മൂത്തവനായ രോഹിണീപുത്രന്റെ നാമകരണം ആദ്യം നടത്താം. അതല്ലേ അതിൻ്റെ ഒരു ചിട്ട, അതിൻ്റെ ഒരു സമ്പ്രദായം. യോഗികളുടെ ഹൃദയത്തെ രമിപ്പിക്കുന്നവനാകിയാൽ അവനെ രാമൻ എന്ന് വിളിക്കുന്നു. രാമൻ എന്ന് വിളിക്കാം. രമിപ്പിക്കുന്നവനാകിയാൽ രാമൻ. ഗർഭസ്ഥനായിരുന്ന കാലത്ത് ആകർഷണം ചെയ്യപ്പെട്ടവനാകിയാൽ സംഘർഷണൻ എന്ന പേരും അവന് കൊടുക്കുന്നു. എല്ലാം നശിക്കുമ്പോഴും നാശമില്ലാതെ ശേഷിക്കുന്നവനാകിയാൽ ശേഷൻ എന്നും പേര് കൊടുക്കാം. അതിബലവാനാകിയാൽ ബലരാമൻ എന്നും ആ കുട്ടിക്ക് പേരുകൾ വിളിക്കാം. ശേഷന്റെ അവതാരാന്നല്ലോ, അത് പറയാതെ പറയുന്നതാണ് ഇദ്ദേഹം. ഇനി അങ്ങയുടെ പുത്രന്റെ പേര് കേട്ടുകൊള്ളൂ.
ഈ കുട്ടി ലോകത്തിന് മുഴുവൻ മംഗളകരനാണ്. കമലാകാന്തന്റെ കകാരവും ശ്രീരാമനിൽ നിന്നും ഋകാരവും ഷഡ്ഗുണപതിയായ ശ്വേതദ്വീപാധിപതിയിൽ നിന്ന് ഷകാരവും നരസിംഹമൂർത്തിയിൽ നിന്നും നകാരവും അഗ്നിബുക്കിന്റെ അക്ഷരത്വത്തിൽ നിന്ന് അകാരവും നരനാരായണന്മാരിൽ നിന്ന് വിസർഗവും ചേർത്ത് കൃഷ്ണ എന്നവന് വിളിക്കാം. പൂർണ്ണാവതാരങ്ങളെല്ലാം ഈ നാമത്തിൽ യോജിക്കുന്നുണ്ട്. കൃഷ്ണ ശബ്ദവും ഈ കുട്ടിക്ക് യോജിക്കും. കുറച്ച് കറുത്തിട്ടായി പോയില്ലപ്പ. കൃതാതിയുഗങ്ങളിൽ വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ എന്ന നിറങ്ങളും ദ്വാപരാന്തത്തിൽ കലിയുഗ ആരംഭത്തിൽ ശ്യാമവർണവുമാണ് അവതാര പുരുഷന്റേത്. പിന്നെ വസുക്കൾ എന്നാൽ ഇന്ദ്രിയങ്ങളും അവയുടെ ദേവത മനസ്സുമാകിയാൽ മനസ്സിൽ ചേഷ്ടിക്കുന്ന ഇവൻ വാസുദേവൻ എന്നും അറിയപ്പെടും. വസുദേവരുടെ പുത്രനായതുകൊണ്ടാണ് അതിവിടെ പറയുന്നില്ല. ഇവിടെ എല്ലാം രഹസ്യമായി വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. കീർത്തി മന്ദിരത്തിൽ രാധാദേവി വൃഷഭാനുപുത്രിയായി പിറന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ അവളുടെ ഭാവി പതിയാകിയാൽ രാധാപതി എന്നും ഇവന് പേര് വിളിക്കുന്നു. അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെ നാഥനായ പരിപൂർണതമനായ ശ്രീകൃഷ്ണന്റെ അവതാരമാണ് ഈ ഉണ്ണി കേട്ടോ. അതെപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വേണം. കംസാദി ദുഷ്ടന്മാരുടെ നിഗ്രഹത്തിനാണ് ഭഗവാൻ മാനുഷവേഷം കൊണ്ട് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. ഈ സംഗതി പരമരഹസ്യമായിരിക്കട്ടെ. ഹേ നന്ദ, അങ്ങയുടെ പൂർവ്വ പുണ്യാതിരേഖത്താലാണ് ഈ അസുലഭ ഭാഗ്യം അങ്ങേക്ക് കൈവന്നിരിക്കുന്നത്. നന്ദഗോപരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പുറത്ത് പറയണ്ടായിരുന്നു. എണ്ണിയാൽ അവസാനമില്ലാത്ത നാമങ്ങളാൽ ഭക്തന്മാർ ഇവനെ കീർത്തിക്കും. ഇത്രയും പറഞ്ഞ് നാമകരണത്തിലേക്ക് ശേഷം ഗർഗാചാര്യർ മടങ്ങിപ്പോയി. പേരും വിളിച്ചിട്ട് അദ്ദേഹം പോയി. അദ്ദേഹം കാളിന്തി തീരത്തുകൂടി നടന്ന് വൃഷഭാനുവിന്റെ ഗൃഹത്തിലെത്തി. ഛത്രധാരിയായതിനാൽ മറ്റൊരു ഇന്ദ്രൻ പോലെയും ദണ്ഡധാരിയായ മറ്റൊരു യമനെ പോലെയും അദ്ദേഹം ശോഭിച്ചു. വെള്ളപ്പട്ടുടുത്ത് വിഷ്ണുവിനെ പോലെ തേജസ്വി അദ്ദേഹത്തെ അത്യാദരപൂർവ്വം വൃഷഭാനു എതിരേറ്റ് പൂജിച്ചു. പീഠത്തിന്മേലിരുത്തി ആചാര്യനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാമുനെ, അങ്ങയുടെ ആഗമനം കൊണ്ട് എൻ്റെ ഭവനവും കുലവും പവിത്രമായിരിക്കുകയാണ്. ഞാൻ അനുഗ്രഹീതനായി പ്രഭു. തീർത്ഥങ്ങളെ കൂടി പരിപാവനമാക്കുന്ന അങ്ങയുടെ ദർശനത്തിൽ ഞാനും കുലവും സുഹൃത്തികളായിത്തീർന്നു. തക്ക സമയത്താണ് അവിടുത്തെ ആഗമനം. അങ്ങയെപ്പോലെ ഗണിതശാസ്ത്ര പാരംഗതനായ ഒരാൾ വേറെ ഇല്ലല്ലോ. എൻ്റെ മകൾ രാധയുടെ വിവാഹത്തെ പറ്റി അങ്ങയുടെ പ്രവചനം കേൾക്കാൻ ആഗ്രഹമുണ്ട്. ശ്രീരാധ പ്രേമരത്നം, വ്രജയുവതികൾ മോഹിക്കുമാറായ രത്നം, രാമാനന്ദരത്നം, നരകഭയമൊഴിക്കുന്ന മാണിക്യരത്നം, ആരാധിക്കേണ്ട രത്നം, മുനികളുടെ മനസ്സിങ്കൽ മിന്നുന്ന രത്നം, ചാരുശ്രീ നീലരത്നം, മമ മനസ്സിൽ വിളങ്ങിടണം കൃഷ്ണരത്നം. ആരാണ് അവൾക്ക് ചേർന്ന വരൻ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. വൃഷഭാനുവിന്റെ സന്ദേഹം ശ്രവിച്ച ഗർഗമഹർഷി സന്തുഷ്ടനായി. ഏതൊരു കാര്യത്തെക്കുറിച്ച് വൃഷഭാനുവിനെ ധരിപ്പിക്കാനാണോ താൻ വന്നത്, ആ സംഗതി തന്നെ വൃഷഭാനു ഇങ്ങോട്ട് ചോദിക്കുന്നു. എന്തൊരാശ്ചര്യമാണെന്ന് നോക്കൂ. ആചാര്യൻ വൃഷഭാനുവിനെയും കൂട്ടി യമുനാതീരത്തെ വിജനമായ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി. അതാണ് എന്തെങ്കിലും രഹസ്യം പറയണമെങ്കിൽ അതുപോലൊരു രഹസ്യമായ സ്ഥലത്ത് പോയിട്ട് അവര് പറയൂല കാര്യങ്ങൾ, ഇങ്ങനെ പരക്കെ പറയില്ല. അവിടെ ചെന്ന് അതീവഗോപ്യമായ രാധാചരിതം ഗർഗമഹർഷി വൃഷഭാനുവിനോട് പറയാൻ തുടങ്ങി. ഹേ സുഹൃത്തിയായ വൃഷഭാനുവരാ, പരിപൂർണതമനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദന്റെ ഗേഹത്തിൽ വന്ന് അവതരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പട്ടരാജ്ഞിയായ രാധാദേവിയാണ് കീർത്തിയിൽ അങ്ങയുടെ മകളായി ജനിച്ചിരിക്കുന്ന രാധ. പേര് ഒന്ന് തന്നെ. ഇത് പരമരഹസ്യമായിരിക്കട്ടെ കേട്ടോ. ഇത് കേട്ട് വൃഷഭാനു ദമ്പതികൾ ആശ്ചര്യഭരിതരായിപ്പോയി. അദ്ദേഹം തന്റെ പത്നിയായ കലാവതിയെയും കൂട്ടി ആചാര്യ സവിധത്തിൽ വന്നു. രാധാകൃഷ്ണന്മാരുടെ പ്രഭാവം ആചാര്യനിൽ നിന്ന് അറിഞ്ഞ വൃഷഭാനു ദമ്പതികൾ ആനന്ദാശ്രുക്കൾ ഒഴുക്കിക്കൊണ്ട് ആചാര്യനോട് പറഞ്ഞു, അങ്ങനാണ് ഞങ്ങൾക്ക് ശരിയായ മാർഗം കാണിച്ചു തന്നത്. എൻ്റെ പുത്രിയെ കൃഷ്ണന് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഗുരുനാഥ, യദുകുല പുരോഹിതനായ അങ്ങ് തന്നെ ഈ വിവാഹം നടത്തിച്ചു തരണേ. ഗർഗാചാര്യൻ പറഞ്ഞു, ഈ വിവാഹം നടത്തിക്കേണ്ടത് ഞാനല്ല കേട്ടോ. യമുനാതടത്തുള്ള ഭാണ്ഡീര വനത്തിൽ വെച്ച് അവരുടെ വിവാഹം ബ്രഹ്മദേവനാണ് നടത്തുക. അതിനുള്ള അധികാരം പിതാമഹന് മാത്രമുള്ളതാണ്, എനിക്കല്ല. അതിനാൽ രാധയെ കൃഷ്ണൻ അർദ്ധാംഗിനിയായി
കൃഷ്ണന്റെ അർദ്ധാംഗിനിയായി അറിഞ്ഞുകൊള്ളുക. ഗോപന്മാരായ നിങ്ങളെല്ലാം ഗോകുലത്തിൽ നിന്നും വന്ന് ഭൂമിയിൽ ജനിച്ചവരാണ് കേട്ടോ. രാധയുടെ ആഗ്രഹമനുസരിച്ച് ഗോപീഗണം ഇവിടെ എത്തിയിട്ടുണ്ട്. യജ്ഞാദികളെ കൊണ്ട് ദേവന്മാർക്ക് കൂടി ദർശനം ലഭിക്കാൻ പ്രയാസമായ ഗോലോകറാണി സ്വന്തം ഭവനത്തിൽ പുത്രീരൂപേണ വർത്തിക്കുന്നത് അങ്ങയുടെ ഭാഗ്യം തന്നെയാണ്. അത് ഒരു തവണ പറഞ്ഞാൽ പോരാ, അത്രയും ഭാഗ്യവാനാണ് അങ്ങ്. അത്യന്തം വിസ്മിതരായ വൃഷഭാനു ദമ്പതികൾ ഗർഗാചാര്യനോട് രാധാ ശബ്ദത്തിന്റെ വ്യാഖ്യാനം അറിഞ്ഞാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചു. അപ്പൊ അദ്ദേഹം പറയാൻ തുടങ്ങി. ഗന്ധമാദന പർവ്വതത്തിൽ വെച്ച് ഒരിക്കൽ സാമവേദാർത്ഥ ചിന്ത ചെയ്യുമ്പോൾ ശ്രീനാരായണ മഹർഷിയിൽ നിന്നും ഞാൻ കേട്ടത് പറയാം. രമയിൽ നിന്നും രാശബ്ദവും ആദിഗോപികയിൽ നിന്ന് ആകാരവും, രാധയല്ലേ ആകാരം, ധരയിൽ നിന്ന് ധകാരവും, വിരജാശബ്ദത്തിൽ നിന്നും ആകാരവും രാധാ ചേർന്ന് രാധാനാമം ഉത്ഭവിച്ചു. പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തേജസ്സിൽ നിന്ന് ഉത്ഭവിച്ച 4 ഭഗവത് പത്നിമാർ ആരൊക്കെയാ? ലീല, ഭൂമി, ശ്രീ, വിരജ. ഇവരൊന്നിച്ചു ചേർന്ന് രാധാശബ്ദമുണ്ടായി. ഈ 4 പത്നിമാരും ഭാണ്ഡീരവനത്തിലെ ലതാനികുഞ്ചത്തിൽ വെച്ച് രാധയിൽ ലയിച്ചു ചേർന്നതായി മനീഷികൾ പറയുന്നു. ആ 4 അവരും ഭഗവത് പത്നിമാരും കൂടി ഈ രാധയിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. ശ്രീരാധാകൃഷ്ണ നാമം ഇടവിടാതെ ജപിക്കുന്നവർക്ക് ധർമാർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന ചതുഷ്പദാർത്ഥങ്ങളും ഒടുവിൽ ശ്രീകൃഷ്ണ സാമീപ്യവും ലഭിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പശുക്കളെ മേച്ചുകൊണ്ടും ഉണ്ണികൃഷ്ണനെ ഒക്കത്ത് വെച്ചുകൊണ്ടും നന്ദഗോപൻ കാളന്തി തീരത്തുള്ള ഭാണ്ഡീരവനത്തിൽ എത്തുകയുണ്ടായി. അപ്പൊ നേരെ സന്ധ്യയോടടുക്കുകയും ചെയ്തു. ഇടതിങ്ങി വളർന്നിരുന്ന മരങ്ങളുടെ നിഴലിൽ ഭാണ്ഡീരവനം ഇരുളടഞ്ഞു. നന്ദരാജന്റെ എളിയിലിരുന്ന ഉണ്ണി കരയാന്ന് കുഞ്ഞു ചുണ്ടുകൾ പേർത്തി കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങി. നന്ദഗോപന്റെ കാര്യം പരിങ്ങലിലായി. എന്താ ചെയ്യാ? ആ സമയത്ത് അല്പം അകലെ നിന്നും രാധ നടന്നെടുക്കുന്നതായി കണ്ടു. തന്റെ സുഹൃത്തായ വൃഷഭാനുവിന്റെ ഓമന മകളെ കണ്ടു നന്ദഗോപൻ അതീവ സന്തുഷ്ടനായി. ഭഗവാന് കുറച്ച് പ്രായം കൂടുതലല്ലേ രാധ. നന്ദൻ രാധയോട് പറഞ്ഞു, കുഞ്ഞെ, നേരം ഇരുട്ടി തുടങ്ങി. ഈ കൃഷ്ണനാണെങ്കിലും ഇതാ പേടിത്തൊണ്ടനാണ്. ഇവനെ കൊണ്ടുപോയി അമ്മയുടെ കയ്യിൽ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ രാധയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ കഥയെ അനുസ്മരിപ്പിക്കുന്നതാണ് ജയദേവ കവിയുടെ ഗീതാഗോവിന്ദത്തിലെ പ്രശസ്തമായ ഒരു ശ്ലോകം ഉണ്ടല്ലോ. ഏതാത്? മേഘൈർമേതുരമംബരം വനഭുവശ്യാമസ്തമാലദ്രുമൈഃ നക്തം ഭീരുരയം ത്വമേവ തതിമം രാധേ ഗൃഹം പ്രാപയ ഇത്തം നന്ദനിദേശതച്ഛലിതയോഃ പ്രത്യധ്വകുഞ്ചദ്രുമം രാധാ മാധവയോർജയന്തി യമുനാകൂലേരഹ കേളയ എന്ന ശ്ലോകം ആണ്. ഈ കഥയെ അനുസ്മരിപ്പിക്കുന്ന ശ്ലോകമാണ് അതെന്നാണ് പറഞ്ഞത്. രാധാകൃഷ്ണനെ കൊണ്ട് യമുനാതീരത്തുള്ള വള്ളിക്കുടലിലേക്ക് പോയത് കൊച്ചു കുഞ്ഞായ കൃഷ്ണൻ. അവിടത്തേക്കാ പോയത്. ഇവിടെ യമുന അമ്മയുടെ അടുത്തേക്കൊന്നല്ല, യമുനാതീരത്തുള്ള ഒരു വള്ളിക്കുടലിലേക്കാ പോയത്. കൊച്ചു കുഞ്ഞായ ഉണ്ണി എന്ത് ചെയ്തു? ഉടനെ തന്നെ യുവ കോമളനായില്ലേ. ഭാണ്ഡീരവനത്തിലെ ലതാനികുഞ്ചം ഒരു വിവാഹവേദിയായില്ലേ. ബ്രഹ്മാവ് ആ സമയത്ത് അവിടെ ആവിർഭവിക്കുകയും ചെയ്തു. ഒരു വിവാഹത്തിന് വേണ്ട സംഭാരങ്ങൾ മുഴുവൻ അവിടെ ഒരുക്കിയതായി കണ്ടു. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പിതാമഹൻ ആ തൃച്ചേവടികളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വയമേവ ദമ്പതികളായ നിങ്ങളുടെ വിവാഹം ഇവിടെ വെച്ച് നടത്താനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ദമ്പതികൾ തന്നെയല്ലേ ഗോലോകത്തിലെ. എന്നാലും ഭൂമിയിൽ ആ ഒരു വേണല്ലോ അങ്ങനെ. ബ്രഹ്മദേവൻ അഗ്നി ജ്വലിപ്പിച്ച് വേദമന്ത്രോച്ചാരണങ്ങളോടുകൂടി രാധാകൃഷ്ണന്മാരുടെ പാണിഗ്രഹണം കഴിപ്പിച്ചു. ഹോമാഗ്നിക്ക് ചുറ്റും 7 പ്രാവശ്യം വലം വെപ്പിച്ച് സപ്തമന്ത്രകപൂർവം വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി. രാധയുടെ വലത് കൈ കൃഷ്ണന്റെ വക്ഷസ്ഥലത്തും ശ്രീഹരിയുടെ വലത് കൈ
രാധയുടെ പിൻഭാഗത്ത് മന്ത്രപൂർവ്വം വെപ്പിച്ചു. അവരെ കൊണ്ട് അന്യോന്യം പൂമാലകൾ അണിയിക്കപ്പെട്ടു. അച്ഛൻ മകളെ എന്ന പോലെ പൗരോഹിത്യം വഹിച്ച പിതാമഹൻ തന്നെ രാധയെ കൃഷ്ണന്റെ കൈകളിൽ അർപ്പിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു, അപ്സരസുകൾ നൃത്തം വെച്ചു, ഗന്ധർവന്മാർ ഗാനമാലപിച്ചു. ഒക്കെ കൂടി ഇന്ന് കാണുന്ന ഗംഭീരപ്പെട്ട വിവാഹത്തിന് വേണ്ടുന്ന എല്ലാ ചടങ്ങുകളും ഇപ്പം ഇല്ലേ, പാട്ടും കൂത്തും ഒക്കെ, അതൊക്കെ ആദ്യം തുടങ്ങിയത് ഇവർ തന്നെയാണ്. ഈ ഗോലോകപതി പത്നിയും തന്നെയാണ്. അപ്സരസ്സുകൾ നൃത്തം വെച്ചു, ഗന്ധർവന്മാർ ഗാനം ആലപിച്ചു, വിദ്യാധരന്മാരും ചാരണന്മാരും കിന്നരന്മാരും സ്തുതിഗീതങ്ങൾ ആലപിച്ചു. ചടങ്ങുകൾ അവസാനിപ്പിച്ചപ്പോൾ കൃഷ്ണൻ ബ്രഹ്മാവിനോട് ദക്ഷിണ ആവശ്യപ്പെട്ടു കൊള്ളാൻ പറഞ്ഞു. ഇനിയിപ്പോ ദക്ഷിണ കൊടുക്കണ്ടേ, അത് വാങ്ങാൻ പറഞ്ഞു. അപ്പൊ അവിടുത്തെ തൃപ്പാദ ഭക്തി എന്നെന്നും നിലനിൽക്കുമാറാകുക എന്ന ദക്ഷിണ മാത്രമാണ് നാൻമുഖൻ ആവശ്യപ്പെട്ടത്. തഥാസ്തു, ഭഗവാൻ അരുളി ചെയ്തു. വിരിഞ്ചൻ സ്വസ്ഥാനത്തേക്ക് മടങ്ങി, ഒന്നും വാങ്ങിച്ചില്ല, എനിക്കെന്നും അങ്ങയോടുള്ള ഭക്തി നിലനിൽക്കണമെന്ന് മാത്രം ആ നാൻമുഖനായ ബ്രഹ്മാവ് ഇതാ ഇവിടെ എന്താ ഭഗവാനോട് ആവശ്യപ്പെട്ടു. ഇനി നമുക്ക് കാണാം ഏത് ഈ വരമൊക്കെ ആവശ്യപ്പെട്ടിട്ടും ആ ബ്രഹ്മാവിൻ്റെ ഒരു ബുദ്ധിമോശം നമുക്ക് കാണാനുണ്ടല്ലോ, വരാനുണ്ടല്ലോ, നമുക്ക് കാണാം. അങ്ങനെ അന്യോന്യം കരം ഗ്രഹിച്ച് രാധാ മാധവന്മാർ യമുനാ പുളിനങ്ങളിലും ലതാ നികുഞ്ചങ്ങളിലും വൃന്ദാവനത്തിലും സഞ്ചരിച്ച് കേളികളാക്കി ആടി രാസനൃത്തം ചെയ്തുകൊണ്ട് ഗോവർദ്ധന ഗുഹകളിലും കാട്ടരുവികളുടെ തീരങ്ങളിലും വള്ളിക്കുടിലുകളിലും രാധാകൃഷ്ണന്മാർ ക്രീഡിച്ചു. ഇങ്ങനെ മതിവരുവോളം ശൃംഗാരവേളികൾ ആടിയതിനു ശേഷം ശ്രീകൃഷ്ണൻ പെട്ടെന്ന് തൻ്റെ ബാലഭാവം കൈക്കൊണ്ടു കരയാൻ തുടങ്ങി. നന്ദഗോപൻ തനിക്കേൽപ്പിച്ചു തന്ന കുട്ടി ഭൂമിയിൽ കിടന്ന് കരയുന്നത് കണ്ടപ്പോൾ സങ്കടം സഹിക്കാനായില്ല. ആർക്ക്? രാധക്ക്. രാധയും കരയാൻ തുടങ്ങി. വ്യസനത്തോടെ കരയുന്ന അവൾക്ക് ഒരു ആകാശവാണി കേൾക്കാം. രാധേ, നിന്റെ മനോരഥം അജിരേണ സാധിക്കട്ടോ. രാധ ഉണ്ണിയെയും കൊണ്ട് അമ്പാടിയിലെത്തി. കൃഷ്ണനെ യശോദയുടെ കരങ്ങളിൽ അർപ്പിച്ചു. ഈ കുട്ടിയെ ഭാണ്ഡികരവനത്തിൽ വെച്ച് അവന്റെ അച്ഛൻ എൻ്റെ കയ്യിൽ തന്നയച്ചതാണെന്നും പറഞ്ഞു. നന്ദഗേഹിനിയായ യശോദ കുട്ടിയെ വാങ്ങിക്കൊണ്ട് രാധയോട് പറഞ്ഞു, വൃഷഭാനുസുതയായ നീ എത്ര സ്നേഹമുള്ളവളാണ് മകളെ. എൻ്റെ കുഞ്ഞിനെ യാതൊരു കേടും കൂടാതെ ഇവിടെ എത്തിച്ചുവല്ലോ. യശോദയാൽ സൽക്കരിക്കപ്പെട്ട രാധ യാത്രാനുമതി വാങ്ങി അവളുടെ ഗൃഹത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഇനി ബാലലീലകൾ നമുക്ക് നാളെ മുതൽ പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. അതല്ലേ നല്ലത്, അതല്ലേ അതിൻ്റെ ഭംഗി. എന്നിട്ട് നമുക്ക് എല്ലാ അപ്പന തൃപ്പാദ ചേവടികളെ സമർപ്പിച്ചുകൊണ്ട് ശരശ്ചന്ദ്രാകാരം നഖമണി സമൂഹം സുഖകരം സുരക്തം ഹൃത്പൂർണം പ്രകടിത നമഃഖണ്ഡനകരം ഭജേഹം ബ്രഹ്മാണ്ഡേ സകല നരപാപാഭീലനം ഹരേർവിഷ്ണോർദേവേ ദിവി ഭരതഖണ്ഡേ സ്തുതമലം. അങ്ങനെ എല്ലാം ഒന്ന് പ്രപാദത്തിൽ സമർപ്പിച്ച് കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.